ശ്രീ ഷാബു പ്രസാദ്, ഇവിടെ ഇപ്പോൾ എന്തും സംഭവിക്കാം എന്നൊരു സാഹചര്യമാണ് പശ്ചിമേഷ്യയിൽ സംബന്ധിച്ച് ഉള്ളത്. നമ്മുടെ രാജ്യത്ത് വലിയ ആശങ്കകൾ നിന്ന മണിക്കൂറുകളാണ്. ഒരു എനർജി ലോക്ക്ഡൌണിലേക്ക് പോകുന്നു എന്ന തരത്തിലേക്കുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. എന്തായാലും കേന്ദ്ര സർക്കാർ അത് പൂർണ്ണമായും തള്ളിയിരിക്കുകയാണ്. അക്കാര്യങ്ങൾ ആലോചിച്ചിട്ട് പോലും ഇല്ല എന്ന് പറയുന്നു. അപ്പോൾ പോലും പ്രധാനമന്ത്രി പാർലമെന്റിൽ നടത്തിയ പ്രസ്താവന എന്ന് പറയുന്നത് കോവിഡ് കാലത്ത് നമ്മൾ എങ്ങനെ കരുതിയിരുന്നോ അതുപോലെയുള്ള കരുതലും ഒത്തൊരുമയും ഈ പ്രതിസന്ധി മറികടക്കാൻ വേണമെന്നതാണ്. ഈ പ്രതിസന്ധി ദീർഘനാൾ നീണ്ടു നിൽക്കുന്നതാണ് എന്ന് ഇപ്പോൾ തന്നെ പ്രധാനമന്ത്രി രാജ്യത്തെ അറിയിച്ചിരിക്കുകയാണ്. അതായത് ഇപ്പോൾ യുദ്ധം അവസാനിച്ചാൽ പോലും പ്രതിസന്ധി നീണ്ടു നിൽക്കുമെന്നതിന്റെ സൂചനകൾ നൽകുന്നു. ഈ യുദ്ധം നീണ്ടുപോകുമെന്നും വലിയ പ്രതിസന്ധികൾ ഉണ്ടാകുമെന്നും കണ്ടുകൊണ്ടുള്ള മുൻകരുതലുകളാണോ നമ്മുടെ രാഷ്ട്രത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇന്ന് മുഖ്യമന്ത്രിമാരുമായി പ്രധാനമന്ത്രി സംസാരിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ ഇല്ല, എന്തായാലും ഒരു രാജ്യത്ത് നമ്മുടെ ഊർജ സുരക്ഷയുടെ എനർജി സോഴ്സിന്റെ ഒരു 80-85% വിദേശ രാജ്യങ്ങളെ, പ്രത്യേകിച്ച് ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ ആശ്രയിക്കുന്ന സ്ഥിതിവിശേഷം ഉള്ളപ്പോൾ തീർച്ചയായും ഉത്തരവാദിത്തമുള്ള ഒരു ഭരണകൂടവും ഒരു രാജ്യവും ചില മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട്. അത് ഊർജ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അത് ജനങ്ങളെ അറിയിക്കേണ്ടതുണ്ട്. അത് അത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിന്റെ അർത്ഥം ഇത് യുദ്ധം 1-2 കൊല്ലം നീണ്ടുപോകുമെന്നോ അല്ലെങ്കിൽ ഇവിടെ ഒട്ടും അവിടെ നിന്ന് എണ്ണ വരാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ടോ, ഒരേ സമയം ഒരുപാട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യണമെന്നേ. അങ്ങനെ ചില കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മളിപ്പം ഇവിടെ ബംഗാൾ കടലിൽ ഒരു ന്യൂനമർദ്ദം രൂപം കൊണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ എല്ലാം നമ്മൾ മുന്നറിയിപ്പ് കൊടുക്കില്ലേ, കടലിൽ പോകരുത്, ഒരു കടൽ തീരത്തുള്ളവർ സൂക്ഷിക്കണം, ഇങ്ങനെയുള്ള മുന്നറിയിപ്പുകളും തയ്യാറെടുപ്പുകളും നടത്തില്ലേ. ചിലപ്പോൾ ആ ന്യൂനമർദ്ദം വന്ന പോലെ അങ്ങ് പോകും, ചിലപ്പോൾ അത് പെയ്തെന്നിരിക്കും, അല്ലെങ്കിൽ പ്രതീക്ഷിച്ച പോലെ എങ്ങനെ ഉണ്ടായില്ല എന്നിരിക്കും. പക്ഷെ ഒരു കടുത്ത രീതിയിൽ തന്നെ ഉണ്ടാകും എന്ന രീതിയിലുള്ള തയ്യാറെടുപ്പുകളും മുന്നറിയിപ്പുകളും ഒരു അധികൃതർ നടത്തണം. അത് ചെയ്യാത്തതിന്റെ ദുരന്തമാണ് നമ്മൾ 2018 കേരളത്തിൽ കണ്ടത്. അപ്പം ആ രീതിയിലുള്ള ഒരു മുൻകരുതൽ അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് എന്നുള്ളത് മാത്രമേ ഞാൻ ഇതിൻ്റെ അകത്ത് കാണുന്നുള്ളൂ. അതിനോടൊപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട്, പരിഭ്രാന്തിയുടെ ആവശ്യമില്ല, രാജ്യത്ത് ആവശ്യത്തിന് ക്രൂഡ് ഓയിൽ സ്റ്റോക്കുണ്ട്, LPG പ്രതിസന്ധി ഉണ്ടാവില്ല, ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഒരു എനർജി ലോക്ക്ഡൌണിന്റെ സ്ഥിതി ഇല്ല, ഭയപ്പെടേണ്ടതില്ല, പക്ഷെ എന്നാൽ നമ്മൾ കരുതിയിരിക്കണം എന്നുള്ളതാണ്. പിന്നെ ഇപ്പം ഇവിടുത്തെ ഈ നമ്മുടെ ചർച്ചയുടെ ടൈറ്റിൽ എന്ന് പറയുന്നത് ഇതാണല്ലോ, ഈ പറഞ്ഞ പോലെ കരയുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണോ എന്നുള്ളതാണല്ലോ ചോദിച്ചത്. തീർച്ചയായിട്ടും അതെ. നമ്മളിപ്പം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഈ ഫ്ലൈറ്റ് ട്രാക്കിംഗ് സൈറ്റുകൾ നോക്കുമ്പോൾ ഇത് കാണുന്നത് ഈ അമേരിക്കയുടെ ഗ്ലോബ് മാസ്റ്റർ വിമാനമുണ്ട്, വലിയ പടുകൂറ്റൻ വിമാനമാണത്. ഒരെണ്ണത്തിന്റെ അകത്ത് ഒരു 500 സൈനികരും ആയുധങ്ങളും സന്നാഹങ്ങളും ഒക്കെ കയറുന്ന വളരെ വലിയ വിമാനമാണ്. അത് ആവറേജ് ഒരു ദിവസം 30-35 വീതം സോർട്ടീസ്, അതായത് അമേരിക്കയിൽ നിന്ന് മിഡിൽ ഈസ്റ്റിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനർത്ഥം പെർ ഡേ ഏകദേശം ഒരു 3000, 4000, 5000 സൈനികർ വെച്ച് 10,000-അടുത്ത സൈനികർ ഈ മിഡിൽ ഈസ്റ്റിൽ വന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ട്രൂപ്സ് വന്നുകൊണ്ടിരിക്കുന്നു. ഒരു വശത്തു നിന്ന് ഷിപ്പുകൾ വരുന്നു, ഷിപ്പിന്റെ അകത്ത് മറൈൻസ് വരുന്നു. പിന്നെ ഇപ്പൊ ഇങ്ങനെ ഒരു വെടിനിർത്തലും കൂടി, താൽക്കാലിക വെടിനിർത്തലും കൂടി, ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ തീർച്ചയായും ഇതൊരു കരയുദ്ധത്തിനുള്ള തയ്യാറെടുപ്പാണ് എന്ന് തന്നെ നമുക്ക് വായിച്ചെടുക്കേണ്ടി വരും. അത് അതിനു വേണ്ടിയിട്ട് തന്നെയാണ്. കാര്യം കരയുദ്ധം ഒരു എയർ അറ്റാക്ക് പോലെയോ മിസൈൽ അറ്റാക്ക് പോലെയോ അങ്ങനെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല അത്. കാര്യം മനുഷ്യരാണ്, സൈനികർ നേരിട്ട് ആ ഒരു ഭൂമിയിൽ, അപരിചിതമായ ഒരു ഭൂമിയിൽ പോയി യുദ്ധം ചെയ്ത് കീഴടക്കുക എന്നുള്ളതാണ്. അത് വളരെ വളരെ ആലോചിച്ച് വളരെ പ്ലാനിങ്ങോടുകൂടി ചെയ്യേണ്ട കാര്യമാണ്. ആ അതിനുള്ള സമയമാണ് ഇവർ എടുത്തിരിക്കുന്നത് എന്നാണ് തോന്നുന്നത്. പിന്നെ മറ്റൊരു കാര്യം ഇവിടെ പറഞ്ഞതുപോലെ കരയുദ്ധത്തിന് വന്നാൽ അമേരിക്കയ്ക്ക് അത് സർവനാശമായിരിക്കും ഫലം, അങ്ങനെ അതെല്ലാം ഇവർ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു ശത്രുരാജ്യം അതൊക്കെ പറയും, അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി. പക്ഷെ ഏതാണ്ട് അതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്നാണ് തോന്നുന്നത്. ഇനി അമേരിക്കയ്ക്ക് സർവനാശമായിരിക്കുമോ ഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതും വിശ്വസിക്കുന്നൊന്നുമില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കാര്യം
ഒരിടത്ത് വർഷങ്ങളായി നടക്കുന്ന കോൺഫ്ലിക്റ്റ് ആണ്. ഇറാന്റെ ഭൂമിശാസ്ത്രവും കാര്യങ്ങളും ഒക്കെ അവരൊക്കെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവും. അതുമല്ല, ഏതാണ്ട് സമാനമായ ഒരു ഭൂമിശാസ്ത്രമാണ് അഫ്ഗാനിസ്ഥാനിലുള്ളത്. പർവ്വത യുദ്ധങ്ങൾ, മൗണ്ടനീസ് കൺട്രിയാണ്. അവിടെ ദീർഘനാൾ അമേരിക്കൻ സൈന്യം ചെലവഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ പർവ്വത യുദ്ധങ്ങളിലും അവർക്കൊരു ധാരണയും കണക്കുകൂട്ടലും ഒക്കെ ഉണ്ട്. ശരി, എന്തായാലും ഇപ്പൊ ഈ കരയുദ്ധം തുടങ്ങുന്നതിന് മുമ്പ്, അന്ന് പണ്ട് ഗൾഫ് യുദ്ധം നടന്ന സമയത്തും, ഇപ്പൊ ഇറാഖ് പോലെയല്ല ഇറാൻ എന്നുള്ളത് സമ്മതിക്കുന്നു, എങ്കിലും ഈ കരയുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് എയർ അറ്റാക്ക് മാത്രം ഉണ്ടായിരുന്ന സമയത്തും ഇപ്പോൾ ഈ ഇറാൻ ഇപ്പോൾ മുഴുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഭീഷണിയുടെ സ്വരമുണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഇതില് താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ ശരിപ്പെടുത്തി കളയും എന്നുള്ള ഇതേ ഭീഷണികളൊക്കെ പണ്ട് ഇറാഖിൽ നിന്നും പുറപ്പെട്ടിരുന്നു. കാര്യം 10 വർഷത്തോളം ഇറാനുമായി യുദ്ധം ചെയ്ത് ഇറാൻ ഇറാഖ് യുദ്ധത്തിനൊടുവിൽ ആ യുദ്ധം ചെയ്ത കോമ്പാറ്റ് ഫീൽഡിൽ മൂർച്ചയേറിയ അനുഭവങ്ങളുമായി നിൽക്കുന്ന ഇറാഖി റിപ്പബ്ലിക്കൻ ഗാർഡ്സിന്റെ മുമ്പിൽ അമേരിക്കൻ ആർമി കരിഞ്ഞു പോകും എന്ന ഒരു ധാരണ പരത്തുന്നതിൽ ഇറാഖ് വലിയ തോതിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നു പണ്ട്. പക്ഷെ എന്താ സംഭവിച്ചതെന്ന് നമ്മളൊക്കെ കണ്ടതാണ്. അതായത് ഈ 1 മാസത്തിനടുത്ത് നീണ്ടുനിന്ന അതിശക്തമായ വ്യോമാക്രമണങ്ങളിലൂടെ അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളിൽ ഒരു ഒട്ടുമിക്കതും നന്നായിട്ട് തന്നെ തകർത്ത്, ഒന്നും വളരെ വളരെ മോശമായ അവസ്ഥയിലാണ് നിൽക്കുന്നത്. അങ്ങനെയുള്ള ഒരു സ്റ്റേറ്റിലേക്ക് ഇപ്പം സൈനികർ, നല്ല വെൽ എക്വിപ്ഡ് ആയിട്ടുള്ള സൈനികർ കടന്നു ചെന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ അവർക്ക് അവരുടേതായ നാശനഷ്ടങ്ങൾ ഉണ്ടാകുമെങ്കിൽ പോലും ഇതിന് ഈ പറഞ്ഞ പോലെ ഈ അത്ഭുതകരമായ മറ്റത്ഭുതങ്ങളൊന്നും ഇവിടെ സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആത്യന്തികമായിട്ട് ഇറാനെ കീഴടങ്ങേണ്ടി വരും. അങ്ങനെ ഒരു റിസൾട്ടിൽ അല്ലാതെ ഈ യുദ്ധം അവസാനിക്കും എന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ ഇവിടെ ഈ പറഞ്ഞ പോലെ റജിമോൻ ആന്റണിയൊക്കെ പറഞ്ഞ പോലെ, സജിമോൻ ആന്റണി പറഞ്ഞ പോലെ കറക്റ്റാണ്. അതായത് അമേരിക്ക ഇത് ഇസ്രായേലിന് വേണ്ടിയിട്ട് ചെയ്ത യുദ്ധമാണ്. ഇസ്രായേലാണ് അമേരിക്ക ഈ യുദ്ധം നടക്കേണ്ടത് ഇസ്രായേലിന്റെ ആവശ്യമായിരുന്നു. 100% കാര്യം അവർക്കാണ് ഇവരെ കൊണ്ടുള്ള ഏറ്റവും വലിയ ഭീഷണി. പക്ഷെ അമേരിക്കയ്ക്ക് അത് ചെയ്യാതിരിക്കാൻ കഴിയില്ല. എന്താ വെച്ച് കഴിഞ്ഞാല് അദ്ദേഹത്തിനൊക്കെ നന്നായിട്ട് അറിയാം, ഈ ഇസ്രായേലിലുള്ളതിനേക്കാൾ അതിനോടൊപ്പം തന്നെ വളരെ വലിയ ശക്തമായ ഒരു ജൂയിഷ് ഫ്രറ്റേണിറ്റി, ഒരു ജൂയിഷ് ഡയസ്പോറ അമേരിക്കയിലുണ്ട്. അവർ അതിശക്തരാണ്. അതുമല്ല, അവരുടെ ഭരണ തലങ്ങളിൽ പോലും, അതുപോലെ അവരുടെ കോർപ്പറേറ്റ് ബിസിനസ് വേൾഡിനെ ഒക്കെ നിയന്ത്രിക്കാൻ കഴിയുന്ന അത്രത്തോളം കരുത്തുള്ളതാണ് അമേരിക്കയിലെ ജൂസ് ഡയസ്പോറ. അമേരിക്കയിൽ മാത്രമല്ല, ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ശക്തി പാശ്ചാത്യ രാജ്യങ്ങളിലെല്ലാം ലോകം മുഴുവനും പരന്നു കിടക്കുന്ന അവരുടെ ജൂയിഷ് ഡയസ്പോറയാണ്. അതുകൊണ്ട് തന്നെ ഇവരെ ഇസ്രായേലിന് വേണ്ടി, ഇസ്രായേലിനെ അവർക്ക് തൃപ്തിപ്പെടുത്തിയേ മതിയാകൂ. ഇല്ലെങ്കിൽ ശരി, ഇസ്രായേലിനെ തൃപ്തിപ്പെടുത്താനാണോ ട്രംപിന്റെ നീക്കങ്ങൾ എന്ന ഒരു ചോദ്യം കൂടി ഉണ്ട്. ഡോക്ടർ മോഹൻ വർഗീസ്, നോക്കൂ, ഇവിടെ ഇപ്പോ സൗത്ത് പാർസ് ആക്രമിച്ചപ്പോൾ മുതലാണ് ഒരു വിഡ്രോവൽ സിൻഡ്രം അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. കൈവിട്ടു പോകുമോ കാര്യങ്ങളെന്ന് ഭയപ്പെട്ടു പോയ മണിക്കൂറുകൾ എന്ന് തോന്നിപ്പോയി. കാരണം ട്രംപ് പറയുന്നു, ഞങ്ങളുടെ അറിവോടെയല്ല ഇത് നടന്നത് എന്ന് പറയുന്നു. ഇസ്രയേലിന്റെ ആക്രമണമാണ് എന്ന് പറയുന്ന ഒരു ഘട്ടം അവിടെ ഉണ്ടായിട്ടുണ്ട്. ആരാണ് ഇപ്പോൾ ഈ യുദ്ധം നയിക്കുന്നത്? ആരുടെ കൺട്രോളിലാണ് പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങൾ ഇപ്പോൾ? രേണുക, ഒരു യുദ്ധത്തിൽ അത്യന്താപേക്ഷിതമായി വേണ്ടത് സഖ്യ രാജ്യങ്ങളുടെ ഏകോപനമാണ്. അമേരിക്കയും ഇസ്രയേലും ഈ യുദ്ധത്തിൽ ഒറ്റക്കെട്ടാണ്, സഖ്യകക്ഷികളാണ്. നെയ്റ്റോ പങ്കാളികൾ നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കുന്നില്ല. അറബ് രാജ്യങ്ങളും നേരിട്ട് ഈ യുദ്ധത്തിൽ പങ്കാളികളല്ല. അങ്ങനെയെങ്കിൽ ഇസ്രയേലും അമേരിക്കയും മാത്രമാണ് ഇറാനെതിരെ യുദ്ധം ചെയ്യുന്നത്. അപ്പോൾ ലക്ഷ്യം വെക്കേണ്ട ടാർഗറ്റുകളെ കുറിച്ച് മുൻകൂട്ടി ധാരണ ഉണ്ടാവേണ്ടതാണ്. ഇപ്പം ഖാർഗ് ഐലൻഡ് അറ്റാക്ക് ചെയ്യുന്നുണ്ട് എങ്കിൽ ഇസ്രയേൽ അറിഞ്ഞിരിക്കണം, അമേരിക്ക അറിഞ്ഞിരിക്കണം, സംയുക്തമായ തീരുമാനമായിരിക്കണം. സൗത്ത് പാർട്സ് മേഖല അത് വാതകപ്പാടമാണ്. അത് ഖത്തറിൽ നിന്നും വടക്കോട്ട് നീണ്ടു കിടക്കുന്ന, കടലിൽ വിശാലമായി കിടക്കുന്ന ഇറാൻ്റെ കൂടെ കൺട്രോളുള്ളൊരു ഭാഗമാണ് സൗത്ത് പാർട്സ്. ആ ഒരു ഭാഗം വലിയ രീതിയിൽ ഇറാൻ്റെ സാമ്പത്തിക സ്ഥിരാകേന്ദ്രമാണ്. 2 കാര്യങ്ങളാണ്. ഒന്ന് വാതകപ്പാടവും എണ്ണപ്പാടവും എല്ലാം ചേർന്ന് കിടക്കുന്ന ആ ഒരു കടലിലെ എണ്ണ മേഖലയാണ്. 2, ഇറാൻ്റെ എണ്ണയുടെ ഏതാണ്ട് 90% എത്തിച്ചേരുന്നതും അവിടെ നിന്നും കയറ്റിവിടുന്നതുമായ ഒരു ടെർമിനൽ, അതാണ് യഥാർത്ഥത്തിൽ ഖാർഗ് ഐലൻഡ്. ഇറാൻ്റെ മുഖ്യ ഭൂമിയിൽ നിന്നും ഏതാണ്ട് 20 കിലോമീറ്റർ 25 കിലോമീറ്റർ
തെക്കുമാറി പേർഷ്യൻ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്നതും ഹോർമൂസിൽ നിന്ന് ഏതാണ്ട് 480 കിലോമീറ്റർ ഉള്ളിൽ പേർഷ്യൻ ഗൾഫിൽ സ്ഥിതി ചെയ്യുന്നതുമായ തന്ത്രപ്രധാനമായ ആ ദ്വീപ്. ഈ രണ്ട് മേഖലകളിൽ നടത്തിയ ആക്രമണങ്ങൾ ദാറ്റ് ഈസ് സംതിങ് ലൈക്ക് ഹിറ്റിംഗ് ബിലോ ദ ബെൽറ്റ്. ഇറാന് ഒരു രീതിയിലും അക്സെപ്റ്റബിൾ ആകുന്നതല്ല. അതുമുതലാണ് കാർഗ് ഐലൻഡ് അറ്റാക്ക് ചെയ്യുന്നു, സൗത്ത് പാർട്സ് അത് ആ എണ്ണപ്പാടം അറ്റാക്ക് ചെയ്യുന്നു. അതുമുതലാണ് ഇറാൻ്റെ തിരിച്ചടിയുടെ രൂപം മാറിയത്. അതുവരെ അമേരിക്കൻ സേനാ കേന്ദ്രങ്ങൾ ആക്രമിച്ചിരുന്നു, ചില സിംബോളിക് ടാർഗറ്റുകൾ ആക്രമിച്ചിരുന്നു ഈ ഗൾഫ് നാടുകളിൽ. പക്ഷേ അതിനുശേഷം ഓൾ ഔട്ട് അറ്റാക്കിലേക്ക് ഇറാൻ നീങ്ങുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അപ്പം ഇവിടെ അടുത്ത സ്റ്റേജ് ഇപ്പോൾ മിക്കവാറും എല്ലാവരും പറയുന്ന ഒരു കരയുദ്ധത്തിന്, നമ്മുടെ ടോപ്പിക്ക് അത് തന്നെയാണല്ലോ, കരയുദ്ധത്തിനുള്ള സമയമായോ? അതിനുള്ള മാനസിക തയ്യാറെടുപ്പ് രണ്ടു ഭാഗവും നടത്തിയിട്ടുണ്ടോ? ഉണ്ട് എന്ന് തന്നെയാണ് ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ നിഗമനം. കാരണം അല്ല എങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഒരു ബിൽഡപ്പ്? മുൻകാലങ്ങളിൽ ഇപ്പം നമുക്കൊരു കാര്യം പ്രൊജക്റ്റ് ചെയ്യണമെങ്കിൽ ഇന്നലകളിൽ എന്താണ് സംഭവിച്ചത്, ഇന്നലകളിലെ തന്ത്രങ്ങളുടെ രീതിശാസ്ത്രം എന്താണ്, അതിനെ വളരെ ഒബ്ജക്റ്റീവായിട്ട് അനലൈസ് ചെയ്തെങ്കിൽ മാത്രമേ നാളുകളിൽ എന്താണ് സംഭവിക്കാൻ സാധ്യതയുള്ളൂ എന്ന് വളരെ ഇൻ്റലിജൻ്റായിട്ട് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റൂ. ഇത് പ്രൊഡിക്ഷനൊന്നുമല്ല, പക്ഷേ കരയുദ്ധത്തിനുള്ള സന്നാഹങ്ങളാണ് ഒരുക്കുന്നത്. ഒരു പക്ഷേ ചർച്ചയ്ക്ക് വേണ്ടി ഇറാനെ മാനസികമായി പരുവപ്പെടുത്തിയെടുക്കുന്നതിനുള്ള ഒരു തന്ത്രം എന്ന നിലയിൽ കാണാം. പക്ഷേ ആ തന്ത്രത്തിൽ ഇറാൻ മുൻപും വീണിട്ടില്ല. ചർച്ചകൾ 3 റൗണ്ട് നടന്നു. ഒമാൻ്റെ തലസ്ഥാനമായ മസ്കറ്റിൽ വെച്ച് നടന്നൊരു റൗണ്ട് ചർച്ച. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.